2026 വർഷഫലം. മകേരി നക്ഷത്രത്തിന്റെ പകുതി എടവത്തിലും ബാക്കി പകുതി മിഥുനത്തിലാണ് വരുന്നത്. എടവത്തിലെ മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ നല്ലൊരു സമയമാണ്. 11 ശനീശ്വരൻ നിൽക്കുന്നുണ്ട്, 2ാം ഭാവത്തില് വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ശനിയെയും വ്യാഴത്തിനെയാണ് നമ്മൾ കൂടുതൽ ഓരോ വർഷത്തിലും മാറ്റമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതില് വ്യാഴത്തിന് മാത്രമാണ് ഒരു മാറ്റം വരുന്നത്. വ്യാഴം നമുക്ക് ജൂൺ മാസം 9-ാം തീയതിക്ക് ശേഷം കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട്. ഇടവത്തിൽ നിൽക്കുന്ന മകേരി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഇത്രയും കൂടി വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ജൂൺ മാസമൊക്കെ വരുമ്പോഴേക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് ഈ നാലില് കുടുംബപരമായ സ്വത്തുക്കളെ കുറിച്ചുള്ള വല്ല തർക്കങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് നമ്മുടെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ സൂക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രീതിയിലേക്ക് എത്തിച്ചു തരാനായിട്ട് ഇവിടെ ഈ ശനിക്ക് സാധിക്കാവുന്നതാണ്. മകേരി നക്ഷത്രത്തില് ഈ ഇടവക്കൂറിലുള്ളവർക്ക് എങ്ങനെയാണെങ്കിൽ, മിഥുനക്കൂറിലുള്ളവർക്കാണെങ്കിൽ ലഗ്നത്തിലാണ് ഇപ്പൊ വ്യാഴം നിൽക്കുന്നത്. ഇപ്പൊ ലഗ്നത്തിലാണ് വ്യാഴം. അത് ആ ചന്ദ്രരാശിയിൽ നിൽക്കുന്ന വ്യാഴമാണ് പിന്നെ 2ാം ഭാവത്തിലേക്ക് വരുന്നത്. അപ്പൊ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ലഗ്നത്തിനേക്കാളും കൂടുതൽ ഏറ്റവും നല്ല സമയം നമുക്ക് 2ൽ വ്യാഴം വരുമ്പോൾ. അപ്പൊ ആ വ്യാഴത്തിന്റെ ഒരു ഫലം അവർക്ക് ആ മകേരി നക്ഷത്രക്കാർക്ക് കിട്ടും. പിന്നെ കർമ്മത്തിലാണ് ശനി. അപ്പോൾ കർമ്മത്തിൽ ശനി ആകുമ്പോൾ കണ്ടകനായിട്ടാണ് ശനി നിൽക്കുന്നത്. ഈ കണ്ടക ശനിയാണെങ്കിലും ഏഴര ശനിയാണെങ്കിലും നമ്മൾ എപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ കാര്യം. വർക്ക് നന്നായിട്ട് കൂട്ടിയെടുക്കും. നമ്മൾ എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു അത്രമാത്രം നമുക്ക് ഒരു നല്ല ഒരു റിസൾട്ട് തരാനായിട്ട് ശനിക്ക് സാധിക്കും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇവിടെ വ്യാഴം 2ൽ നിൽക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫലങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്.